1.5 മാസത്തെ നാട്ടിലെ സുഖവാസത്തിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടോ. നാളെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തലേദിവസം എല്ലാ പാക്കിങ്ങും ചെയ്യാണ്. മെയിനായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെയാണ് തിരിച്ചു കൊണ്ടുപോകാനുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ടും ഇതിനിടയിൽ ഞാൻ കുറേ തവണ വെയിറ്റ് നോക്കുന്നുണ്ട്. കാരണം എയർപോർട്ടിൽ ചെന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വലിച്ച് മാറ്റിയിടാനും ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു കളയാനൊന്നും വയ്യാത്തതുകൊണ്ട് അത് ഞാനങ്ങ് ഉറപ്പാക്കിയിട്ടുണ്ട് ഇത്തവണ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണുന്ന പോലെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വെയിറ്റ് നോക്കിയായിരുന്നല്ലോ. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ ഇനി നമുക്ക് വെക്കാനായിട്ട് പറ്റും. പക്ഷെ എന്തായാലും ഞാൻ ഈ തവണ പോകുമ്പോൾ അധികം ഒന്നും വലിച്ചു വാരിയൊന്നും കൊണ്ടുപോകുന്നില്ല. മെയിനായിട്ടും അമ്മയുടെ കുറച്ച് സാരികളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലേ, കുറച്ച് സാരികൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ സാധാരണ പോകുമ്പോൾ തേങ്ങ, മാങ്ങ, ചക്ക അതൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഈ വട്ടം ലാവിഷായിട്ട് നമ്മളിതൊക്കെ കഴിച്ചിട്ടുണ്ട്. മാങ്ങയും ചക്കയും പിന്നെ എല്ലാ ഫ്രൂട്ട്സും ഒരുവിധമൊക്കെ നമ്മൾ ലാവിഷായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ കെട്ടിയവൻ പ്രത്യേകമായിട്ട് റംബൂട്ടാനും മാംഗോസ്റ്റിനും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ ആവശ്യത്തിലധികം കഴിച്ചു. ആൾക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകണില്ലേ കേട്ടോ. പിന്നെ വെക്കാനുള്ള എല്ലാ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. ഇനി ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഷ് ചെയ്ത കുറച്ച് ഡ്രസ്സും കൂടി ഉണ്ട്. അതുകൂടെ വെച്ചാൽ ഇവിടെ പാക്കിംഗ് സെറ്റ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുക, ഡ്രസ്സപ്പ് ചെയ്യുക, പോവാം. ഒരു 5:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലാണ് നമ്മൾ എയർപോർട്ടിലെത്തി. 8 o'clock നമ്മുടെ ഫ്ലൈറ്റ് വന്നത്. സാധാരണ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവാറുള്ള ഒരു സങ്കടം ഇത്തവണ ഇല്ല കേട്ടോ. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞാൽ നമുക്കൊരു തവണ കൂടെ വരാനുള്ളൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ 5:30 ആയപ്പോൾ കുറച്ച് സന്തോഷത്തോടെ കൂടെ തന്നെ ഇറങ്ങി. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ബോംബെയിൽ ചെന്നിട്ടായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.